ഹലോ ഹായ് എവറിബഡി, ഹാവ് എ ലവ്ലി ഡേ. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഫണ്ടാസ്റ്റിക് ഡേ ആണ്, വെരി ബ്യൂട്ടിഫുൾ ഡേ. ഒത്തിരി വിൻഡിയല്ല, എന്നാൽ നല്ല നൈസ് ബ്രീസാണ് ഇവിടെ. ഇത് കണ്ടോ, ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ് ഇതിവിടെ. ഞങ്ങളുടെ വീടിരിക്കുന്ന ഈ ഭാഗത്തുള്ള അത് കൗൺസിൽ ബിൽഡ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ലേക്കാണ്. ഇതിനകത്ത് കുറച്ചിങ്ങനെ സ്മോൾ ഡക്ലിങ് പോലത്തെ, ഡക്കല്ല, സംതിങ് ഡിഫറെൻറ്റ് വണ്ണ്. അവരിങ്ങനെ ഇതിനകത്തൂടെ ഇങ്ങനെ നീന്തി പോന്ന കാണത്തില്ലേ? വെരി നൈസ്, സച്ച് എ ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടോ. അപ്പം ഇത്രയും നല്ല ഒരു ഏരിയയിൽ ഒരു വീട് ബിൽഡ് ചെയ്ത് ഞങ്ങളിവിടെ താമസിക്കുക. അപ്പം ആ വീട്ടിൽ താമസിക്കാൻ ടൈമില്ലാതെ എപ്പോഴും ഈ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ഓവർ ടൈമും ചെയ്ത്, നമ്മൾ ഫുൾ ടൈം ജോലി ചെയ്ത്, നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിൽ നമ്മൾ ലീവ് ചെയ്യുന്ന, നമ്മൾ ആ വാങ്ങിച്ച വീട്ടിലല്ല ഞങ്ങൾ ബിൽഡ് ചെയ്യുമായിരുന്നു. നമ്മൾ ആ ബിൽഡ് ചെയ്ത വീട്ടിലല്ല നമ്മൾ താമസിക്കുന്ന ഹോസ്പിറ്റലാണ്. ബിക്കോസ് നമ്മുടെ ലൈഫ് മുഴുവനും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഹോസ്പിറ്റലാണ്. നമ്മുടെ ജീവിതം മുഴുവനും തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഹോസ്പിറ്റലാണ്. അപ്പം ഞാൻ ഓർത്തു നിങ്ങളുടെ അടുത്തൊന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം. കാരണം എൻ്റെ സ്റ്റോറിയല്ലേ അത്. ഇങ്ങനെ ഇത്രയും പൈസയും കൊടുത്ത് വീടും പണിത് ഇത്രയും നല്ലൊരു എക്സ്പെൻസീവ് ഏരിയയിൽ നമ്മൾ വീട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആ വീട്ടിൽ താമസിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം നമ്മുടെ ചിലവ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭാരിച്ച മോർഗേജ്, അതുപോലെ ഭാരിച്ച ചിലവുകൾ, പിന്നെ ഭാരിച്ച ചിലവുകളും ഭാരിച്ച മോർഗേജും, പിന്നെ നമ്മുടെ ബിൽസ് എല്ലാം കൂടെ വരുമ്പം നമുക്ക് ആ കിട്ടുന്ന സാലറി നമുക്ക് ഇനഫ് ആകുന്നില്ല. സോ നമ്മൾ എത്ര പ്രാവശ്യം നമ്മുടെ ബില്ല് പേ ചെയ്യുന്ന നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും അല്ലേ? നമ്മൾക്ക് തികയുന്നില്ലെങ്കിൽ നമ്മളന്നേരം അത് എക്സ്റ്റെൻഡ് ചെയ്യും. ഞങ്ങൾ നെക്സ്റ്റ് മന്ത് പേ ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് പേ ചെയ്യാം. എന്നാലും നമ്മളത് പേ ചെയ്യണമല്ലോ. കാരണം കൗൺസിലുകാർ നമുക്ക് എത്രയാണ് എക്സ്ക്യൂസ് തരുന്നത്? വി ഹാവ് ടു പേ. അപ്പം അതിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫുൾ ടൈം ജോലി ചെയ്യുന്ന കൂടെ തന്നെ ആ 2 ദിവസം ഡേ ഓഫ് ഉള്ളത് നമ്മൾ ഒന്നിൽ ഏജൻസി അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ എക്സ്ട്രാ ഷിഫ്റ്റ് നമ്മൾ പിക്ക് ചെയ്യുമ്പം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് താമസിച്ച വീട്ടിൽ ആരാ താമസിക്കുന്നത്? ആരുമില്ല താമസിക്കാൻ. ഞങ്ങൾക്കൊരു പട്ടിയുണ്ട്, അവൻ അതിൻ്റെ അകത്ത് കിടക്കും. സോ പിന്നെ പിള്ളേർ അതിനകത്തുണ്ട്. ഞാൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയെങ്കിലും എനിക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ള ഭാഗ്യമില്ല. അങ്ങനെയാണ് ഞാൻ ഓർത്തത്, വേറെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി എന്താണ് വഴി? അങ്ങനെ ആലോചിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു ഓൺലൈൻ ബിസിനസ്സിൽ ഞാൻ ജോയിൻ ചെയ്തത്. ആ ജോയിൻ ചെയ്തതോടെ എൻ്റെ ലൈഫ് സ്റ്റോറി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ, സെൻഡ് മീ എ ഡയറക്റ്റ് മെസ്സേജ് ആൻഡ് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. God bless you then.